ഹരേ കൃഷ്ണ. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലുള്ള മായാപൂർ എന്ന സ്ഥലത്താണ്. ഇസ്കോൺ സ്ഥാപക ആചാര്യൻ ശ്രീല പ്രഭുപാദരുടെ പുഷ്പസമാധിയാണ് ഇവിടെ. അപ്പോൾ ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള മൊത്തം പേര് കേട്ടോ. നമ്മുടെ ഈ ശ്രീല പ്രഭുപാദർ എന്ന് വിളിക്കുന്ന ഈ ഗുരുവിൻ്റെ ചെറുപ്പത്തിലെ പേര് അഭയ് ചരൺ ദേ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ സ്വാമിയൊക്കെ ആയ സമയത്ത് ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി അല്ലെങ്കിൽ എന്ന നാമം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ജനനം ഏതാണ്ട് 1896 1796 ഇദ്ദേഹമാണ് ലോകം മൊത്തം ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ കൃഷ്ണാവബോധവും വളർത്തി. ലോകത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് USA ആദ്യം അദ്ദേഹം പോയത്. പിന്നെ UK ധാരാളം ഫോറിൻ കൺട്രീസുകളിൽ ചെന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രവും കൃഷ്ണാവബോധവും വളർത്തിയ ഗുരുവാണ് ശ്രീല പ്രഭുപാദർ. ഇദ്ദേഹത്തെ ഭക്തി വേദാന്ത സ്വാമി അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇദ്ദേഹം 1970കളുടെ തുടക്കത്തിലാണ് പ്രഭുപാദർ തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കൻ ആസ്ഥാനം ലോസ് ഏഞ്ചൽസിലും അതിൻ്റെ ലോക ആസ്ഥാനം മായാപൂരിൽ സ്ഥാപിച്ചു. ഈ മായാപൂരിലാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ക്ഷേത്രം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതായത് വേദിക് പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുഷ്പസമാധി പണിതുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്ക, അതുപോലെ മെക്സിക്കോ, വെനീസ്വല, പിന്നെ ഏഷ്യൻ കൺട്രികൾ എന്ന് പറയുമ്പോൾ ഹോങ്കോങ്, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഇവിടെയൊക്കെ സഞ്ചരിച്ച് ഇദ്ദേഹം കൃഷ്ണാവബോധം വളർത്തി കൃഷ്ണഭക്തരാക്കി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിജി ഇങ്ങനെ ഈ സ്ഥലങ്ങളിലുമൊക്കെ ഇദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല. ചൈന, ഇറാൻ എന്നിവിടങ്ങളിലൊക്കെ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരിലും കൃഷ്ണഭക്തി വളർത്താനായിട്ട് വളരെയധികം പരിശ്രമിച്ച ഒരു സ്വാമിജിയാണ് ഈ പ്രഭുപാദർ. പിന്നെ ഇദ്ദേഹത്തെ പറ്റി എന്താ പറയാൻ എന്ന് വെച്ചാൽ, ഇദ്ദേഹം ജനിച്ചത് കൽക്കട്ടയിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അവസാന നാളുകളൊക്കെ മധുര, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മനാടായ മധുര വൃന്ദാവനത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രമൊക്കെ കൃഷ്ണ ബലറാം ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു മുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നതും. 1977 ഇദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയണത്. ഏതാണ്ട് 81 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ സമാധി. ഇദ്ദേഹം സമാധി അടഞ്ഞത് ഈ വൃന്ദാവനത്തിലാണെങ്കിലും ഇദ്ദേഹത്തിന് ഈ മായാപൂർ ഇപ്പോൾ ഈ പുഷ്പസമാധി സ്ഥാപിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടാകുക എന്നുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമായി ജനിച്ച ഗൗരംഗയുടെ നാട്ടിൽ ഒരു വലിയ ക്ഷേത്രം പണിയണമെന്നൊക്കെ ഉള്ളത് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ പ്രഭുപാദജിയുടെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പുഷ്പസമാധി ഉള്ളത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാട്ടിൽ മായാപൂർ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെയും പുഷ്പസമാധി ഉള്ളത്. ഞങ്ങളുടെ ഗുരുവായിട്ട് ഇപ്പം ഞങ്ങളുടെ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്ന ഗുരു മാതാജിയുണ്ട്. മാതാജിയാണ് ഞങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. മാതാജി ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഒന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ക്യാമറ. അതുകൊണ്ടല്ല ഇവിടെ സൂക്ഷിച്ചിട്ടാണ് പോകുന്നത്. പ്രഭുപാദർജി പറയുന്നത് 108 മുത്തുകളുള്ള ജപമാല ഒരു ദിവസം നമ്മൾ 16 റൗണ്ട് ജപിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നിനും തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും അവരോട് കൂടി ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ചൊല്ലാനാണ് പറയുന്നത്.